ഹായ്. ബി.എൻ.എസ്.എസിന്റെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡീൽ ചെയ്യുന്നത് സെക്ഷൻ 51 മുതലാണ്. അറസ്റ്റ് ഓഫ് പേഴ്സൺസ് എന്ന് പറയുന്ന മൊഡ്യൂളിന്റെ ബാക്കി തന്നെയാണ്. സെക്ഷൻ 51 മുതൽ തുടങ്ങാം. അപ്പൊ സെക്ഷൻ 51 എന്താ പറയുന്നത്? സെക്ഷൻ 51 പറയുന്നത് എക്സാമിനേഷൻ ഓഫ് ദി അക്യൂസ്ഡ് ബൈ മെഡിക്കൽ പ്രാക്ടീഷണർ അറ്റ് ദി റിക്വസ്റ്റ് ഓഫ് ദ പോലീസ് ഓഫീസർ എന്നുള്ള കാര്യമാണ്. ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു അക്യൂസ്ഡ് പേഴ്സണിനെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നതിനെ കുറിച്ചാണ് ഇവിടെ സെക്ഷൻ 51 പറയുന്നത്. ആരാണ് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത്? ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ആയിട്ടുള്ള ആളാണ് നടത്തുന്നത്. ആരുടെ റിക്വസ്റ്റ് പ്രകാരം? ഓൺ ദി റിക്വസ്റ്റ് ഓഫ് ദി പോലീസ് ഓഫീസർ. പോലീസ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട അക്യൂസ്ഡ് ആയിട്ടുള്ള വ്യക്തിയെ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ എക്സാമിൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 51 പറയുന്നത്. അപ്പൊ എന്തിനാണ് ഇത്തരത്തിലൊരു അക്യൂസ്ഡ് പേഴ്സണിനെ ഇത്തരത്തിൽ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത്? അതായത് അയാളുടെ ബോഡി പരിശോധിച്ചു കഴിഞ്ഞാൽ, അയാളുടെ ബോഡി അക്യൂസ്ഡിന്റെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് ന്യായമായും ആ കേസിന്റെ തെളിവിലേക്ക് ആവശ്യമായിട്ടുള്ള, അതായത് അയാൾ ആ പ്രസ്തുത കുറ്റകൃത്യം ചെയ്തു എന്ന് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും സംഗതികൾ കിട്ടും എന്ന ഒരു പ്രസംഷൻ പ്രകാരമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യം, അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാവുമ്പോഴാണ്, റീസണബിൾ ബിലീഫ് ഉണ്ടാവുമ്പോഴാണ് ഒരു അക്യൂസ്ഡ് പേഴ്സണിനെ ഇത്തരത്തിൽ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത് എന്നാണ് ഈ സെക്ഷൻ 51 പറയുന്നത്. നമുക്ക് നോക്കാം. When a person is arrested for an offense for such a nature and under such circumstances where there are reasonable grounds to believe that examining his body, അതായത് അയാളുടെ ശരീരം പരിശോധിക്കുന്നത് കൊണ്ട് is likely to provide evidence as to the commission of offense, ആ കുറ്റകൃത്യം ചെയ്തു എന്നത് തെളിയിക്കാൻ ആവശ്യമായ തെളിവ് അതിൽ നിന്ന് ലഭിക്കും എന്ന ഒരു സാഹചര്യത്തിൽ, അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാവുന്ന സമയത്ത് ആണ് ഇത്തരത്തിൽ ഒരാളെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത്. ബാക്കിയും കൂടെ നോക്കാം. ആ ഒരു സാഹചര്യത്തിൽ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ഓൺ ദി റിക്വസ്റ്റ് ഓഫ് എ പോലീസ് ഓഫീസർ മേ കണ്ടക്ട് ദ നെസസറി എക്സാമിനേഷൻ ഓഫ് ദി അക്യൂസ്ഡ് പേഴ്സൺ യൂസിംഗ് ദ ഫോഴ്സ് റീസണബിളി റിക്വയർഡ്, ആ സന്ദർഭത്തിന് ആവശ്യമായ ഫോഴ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട്, ബലപ്രയോഗം മാത്രം നടത്തിക്കൊണ്ട്, എന്ന് പറഞ്ഞാൽ സന്ദർഭം ബലപ്രയോഗം ആവശ്യപ്പെടുന്നില്ലെങ്കിൽ ബലപ്രയോഗം നടത്താൻ പാടില്ല. ഇനി അയാൾ തടസ്സം നിൽക്കുവാണ്, അക്യൂസ്ഡ് തടസ്സം നിൽക്കുവാണ് എന്നുണ്ടെങ്കിൽ ആ റീസണബിൾ ആയിട്ടുള്ള ബലപ്രയോഗം നടത്തിക്കൊണ്ട് അയാളെ ശരീരം ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറഞ്ഞാല് ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണർ പരിശോധിക്കേണ്ടതാണ് എന്നാണ് പറയുന്നത്. ബാക്കിയും കൂടെ ഉണ്ട്. ആൻഡ് എനി പേഴ്സൺ അസിസ്റ്റിംഗ് ഹിം ഇൻ ഗുഡ് ഫെയ്ത്ത് മേ ഹെൽപ്പ് അണ്ടർ ഹിസ് ഡയറക്ഷൻ. അങ്ങനെ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർക്ക് വേറെ ആരുടെങ്കിലും ഹെൽപ്പും കൂടെ ആവശ്യമുണ്ടെങ്കിൽ അയാൾ അത് നിർദ്ദേശിക്കുകയാണെങ്കിൽ അത്തരത്തിൽ ആർക്കെങ്കിലും ഹെൽപ്പ് ചെയ്യാനും പറ്റുന്നതാണ് എന്നാണ് പറയുന്നത്. അപ്പൊ സെക്ഷൻ 51 സബ്സെക്ഷൻ 1 നമ്മൾ എന്താ പറഞ്ഞത്? ഒരു പേഴ്സണിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്ന സമയത്ത് അയാൾ ചെയ്ത കുറ്റകൃത്യത്തിന്റെ നേച്ചറും അതിന്റെ ഒരു സർക്കംസ്റ്റാൻസസും മനസ്സിലാക്കിക്കൊണ്ട് അയാളുടെ ബോഡി പരിശോധിച്ചു കഴിഞ്ഞാൽ, മെഡിക്കൽ എക്സാമിനേഷൻ നടത്തി കഴിഞ്ഞാൽ കേസിന് ആവശ്യമായിട്ടുള്ള അയാൾ ആ കുറ്റകൃത്യം ചെയ്തു എന്ന് തെളിയിക്കാൻ ആവശ്യമായ തെളിവുകൾ ആ പരിശോധനയിൽ നിന്നും ലഭിക്കും എന്ന ഒരു ഉറപ്പുണ്ടാവുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിശ്വാസം ഉണ്ടാവുന്ന മുറയ്ക്ക് പോലീസ് അയാളെ ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ അടുത്ത് കൊണ്ടുപോവുകയും ആ മെഡിക്കൽ പ്രാക്ടീഷണർ പോലീസ് നിർദ്ദേശിക്കുന്നത് അനുസരിച്ച് അയാളെ പരിശോധിക്കുകയും അയാളുടെ ബോഡി എക്സാമിൻ ചെയ്യുകയും ചെയ്യണം. അതിന് ആ മെഡിക്കൽ പ്രാക്ടീഷണർക്ക് മറ്റാരുടെങ്കിലും സഹായം വേണമെങ്കിൽ അത് തേടാവുന്നതും ആണ് എന്നാണ് സെക്ഷൻ 51 സബ്സെക്ഷൻ 1 പറയുന്നത്. അപ്പൊ ഇത് കേസിന്റെ ആവശ്യത്തിലേക്ക്, തെളിവിലേക്കും വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരാളെ, ഈ ഒരു അറസ്റ്റഡ് പേഴ്സണിനെ, അക്യൂസ്ഡ് പേഴ്സണിനെ ഇത്തരത്തിൽ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത്. അത് നടത്താനുള്ള അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർക്ക് മാത്രമേ ഉള്ളൂ എന്നാണ് സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 51 പറയുന്നത്. ഇനി ബാക്കി എന്താ പറയുന്നത് നോക്കാം. 2 and 3 ഒക്കെ നോക്കാം. സബ്സെക്ഷൻ 2 പറയുന്നത് ഇത്തരത്തിൽ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തേണ്ടുന്ന അറസ്റ്റഡ് പേഴ്സൺ അല്ലെങ്കിൽ അക്യൂസ്ഡ് പേഴ്സൺ ഒരു ഫീമെയിൽ ആണ് എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ മെഡിക്കൽ എക്സാമിനേഷൻ കണ്ടക്ട് ചെയ്യേണ്ടത് ഒരു ഫീമെയിൽ ആയിട്ടുള്ള രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറോ, അല്ലെങ്കിൽ ഫീമെയിൽ അല്ല എന്നുണ്ടെങ്കിൽ ഫീമെയിൽ ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണറുടെ സൂപ്പർവിഷനിലായിരിക്കണം ആ ഒരു എക്സാമിനേഷൻ നടക്കേണ്ടത് എന്നാണ് സബ്സെക്ഷൻ 2 പറയുന്നത്. അപ്പൊ ഇവിടെ അറസ്റ്റ് ചെയ്യപ്പെട്ട അല്ലെങ്കിൽ അക്യൂസ്ഡ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്. അപ്പൊ അവരുടെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തണമെങ്കിൽ അത് കണ്ടക്ട് ചെയ്യേണ്ടത് ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണർ ആയിരിക്കണം. ആ മെഡിക്കൽ പ്രാക്ടീഷണർ ഒരു സ്ത്രീ ആയിരിക്കണം എന്നുള്ളതാണ്. സ്ത്രീ അല്ല എന്നുണ്ടെങ്കിൽ സ്ത്രീ ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണറുടെ സൂപ്പർവിഷനിലായിരിക്കണം അത് നടക്കേണ്ടത് എന്നാണ് സബ്സെക്ഷൻ 2 പറയുന്നത്. സിമ്പിൾ ആണല്ലോ. ഇനി സബ്സെക്ഷൻ 3 നോക്കാം.
സബ്സെക്ഷൻ 3 പറയുന്നത് അത്തരത്തിൽ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്ന രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ ആഫ്റ്റർ ദി എക്സാമിനേഷന് ശേഷം വിത്തൗട്ട് എനി ഡിലേ ഫോർവേഡ് ദ എക്സാമിനേഷൻ റിപ്പോർട്ട് ദ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ. ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് ഇത്തരത്തിലുള്ള ദേഹപരിശോധന അല്ലെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞതിന് ശേഷം ഇത്തരത്തിൽ എക്സാമിനേഷൻ നടത്തുന്ന രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ, അത് സ്ത്രീയെ പരിശോധിച്ച ആളാണെങ്കിലും പുരുഷനെ പരിശോധിച്ച ആളാണെങ്കിലും എക്സാമിനേഷന് ശേഷം ഡിലേ ഇല്ലാണ്ട് സമയം വൈകിക്കാണ്ട് തന്നെ അതിന്റെ റിപ്പോർട്ട്, എക്സാമിനേഷൻ റിപ്പോർട്ട് ആ കേസ് അന്വേഷിക്കണം അന്വേഷണ ഉദ്യോഗസ്ഥന് അയച്ചു കൊടുക്കണം, ഫോർവേഡ് ചെയ്യണം എന്നാണ് സബ്സെക്ഷൻ 3 പറയുന്നത്. അപ്പം ഒരാളുടെ, ഒരു പ്രതിയായിട്ടുള്ള ആളുടെ, അറസ്റ്റഡ് പേഴ്സന്റെ മെഡിക്കൽ എക്സാമിനേഷൻ ആ കേസിന്റെ തെളിവിലേക്കായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സെക്ഷൻ നിയമത്തിന്റെ അകത്തുള്ളത്. സെക്ഷൻ 51 ക്ലിയർ ആണല്ലോ. അപ്പൊ സെക്ഷൻ 51ന്റെ അകത്ത് 2 എക്സ്പ്ലനേഷൻസും കൂടെ കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സെക്ഷൻ 51ഉം 52ഉം 53 ഒക്കെ മനസ്സിലാക്കുന്നതിന്റെ പർപ്പസിലേക്കായിട്ട് 2 ഡെഫിനിഷൻസ്, 2 എക്സ്പ്ലനേഷൻ ആയിട്ട് സെക്ഷൻ 51ന്റെ അകത്ത് A-B എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സെക്ഷൻ 51ന്റെ അകത്ത് പറയുന്ന എ എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എക്സാമിനേഷൻ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തണം എന്നല്ലേ സെക്ഷൻ 51ൽ പറയുന്നത്. ഇതേ കാര്യം ഇതുമായി ബന്ധപ്പെട്ട ഈ ടേം 52, 53 എന്നൊക്കെ പറയുന്ന കമ്മിങ് സെക്ഷൻസിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് എക്സാമിനേഷൻ എന്നാണ് ഇവിടെ പറയുന്നത്. ഈ എക്സാമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതിനെ ഡിഫൈൻ ചെയ്യുന്നതാണ് ഇവിടെ. ഇൻ ദിസ് സെക്ഷൻ, ഈ ഒരു സെക്ഷനും വേണ്ടിയും സെക്ഷൻ 52ഉം 53ക്കും വേണ്ടി എക്സാമിനേഷൻ മീൻസ് എക്സാമിനേഷൻ ഷാൾ ഇൻക്ലൂഡ് എക്സാമിനേഷൻ ഓഫ് blood stains, semen, swabs in case of sexual offences, sputum, sweat, hair samples, fingernail clippings by the use of modern and scientific techniques, including DNA profiling and such other tests while the registered medical practitioner thinks necessary in a particular case. ഇവിടെ എക്സാമിനേഷൻ, മെഡിക്കൽ എക്സാമിനേഷൻ അല്ലെങ്കിൽ എക്സാമിനേഷൻ, ഒരു അക്യൂസ്ഡ് പേഴ്സൺ, ഒരു അറസ്റ്റഡ് പേഴ്സണിനെ എക്സാമിനേഷൻ നടത്തുന്നത് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, പല രീതിയിലുള്ള എക്സാമിനേഷൻസ്, അയാളുടെ ബ്ലഡ് എക്സാമിൻ ചെയ്യാം, ബ്ലഡ് സ്റ്റെയിൻസ് എക്സാമിൻ, രക്തക്കറകൾ, സെമന്, ഇപ്പൊ സെക്ഷൽ ഒഫൻസുകളിലാണെങ്കിൽ സെമന്, സ്വാബ്സും സെമനും ഒക്കെ നോക്കുന്നത് സെക്ഷൽ ഒഫൻസുകളിലാണ്. അതുപോലെ അയാളുടെ മുടി അല്ലെങ്കിൽ അയാളുടെ ഫിംഗർ, നഖം, അല്ലെങ്കിൽ എന്താ പറയാ DNA പ്രൊഫൈലിങ്ങിനൊക്കെ വേണ്ടിയിട്ടും അല്ലെങ്കിൽ മറ്റ് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഈ വസ്തുക്കളൊക്കെ അതിന്റെ ഭാഗമായിട്ട്, എക്സാമിനേഷന്റെ ഭാഗമായിട്ട് കളക്ട് ചെയ്യുന്നു, അത് എക്സാമിൻ ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അത് ആ മെഡിക്കൽ ഓഫീസർക്ക് എന്താണോ, ഏത് ടെസ്റ്റ് ആണോ നെസസറി ആയിട്ട് തോന്നുന്നത് അത്തരത്തിലുള്ള ടെസ്റ്റുകൾ ചെയ്യാനുള്ള അധികാരം സെക്ഷൻ 51 കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. ഒരു ഡെഫിനിഷനും കൂടെ ഉണ്ട്. ഇനി രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്ന് പറയുന്ന ടേം, ആരാണ് ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്നാണ് B ആയിട്ട് പറയുന്നത്. ഇറ്റ് മീൻസ് എ മെഡിക്കൽ പ്രാക്ടീഷണർ ഹു പൊസസസ് എനി മെഡിക്കൽ ക്വാളിഫിക്കേഷൻ. അയാൾക്ക് ഒരു മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടാവണം, വിച്ച് ഈസ് റെക്കഗ്നൈസ്ഡ് അണ്ടർ ദി നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആക്ട്. 2019 നാഷണൽ മെഡിക്കൽ കമ്മീഷൻ ആക്ട് പ്രകാരം ഒരു മെഡിക്കൽ ബിരുദം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ മെഡിക്കൽ ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. ഈ 2019 ആക്ട് അംഗീകരിച്ചിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ ആയിരിക്കണം അയാളുടെ ക്വാളിഫിക്കേഷൻ. ആൻഡ് ഹൂസ് നെയിം ഹാസ് ബീൻ എൻറ്റേർഡ് ഇൻ ദ നാഷണൽ മെഡിക്കൽ രജിസ്റ്റർ അല്ലെങ്കിൽ സ്റ്റേറ്റ് മെഡിക്കൽ രജിസ്റ്റർ, സംസ്ഥാനത്തിന്റെ മെഡിക്കൽ രജിസ്റ്ററിന്റെ അകത്തോ അല്ലെങ്കിൽ നാഷണൽ ദേശീയ മെഡിക്കൽ രജിസ്റ്ററിന്റെ അകത്തോ പേരുണ്ടാവുന്ന ഒരാളായിരിക്കണം ഇത്തരത്തിലുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ, രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എന്നാണ് സെക്ഷൻ 51ലെ എക്സ്പ്ലനേഷൻ ആയിട്ട് ബിയിൽ പറയുന്നത്. അപ്പോൾ സെക്ഷൻ 51നും 52നും 53 ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ 2 ആളുകളെ എക്സാമിനേഷൻ എന്ന് പറഞ്ഞ 2 ടേംസിനെയും എക്സാമിനേഷൻ അതുപോലെ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറിനെ ഒക്കെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സെക്ഷൻ 51ന്റെ അകത്തുള്ളത്. അപ്പൊ ഒരു അറസ്റ്റഡ് പേഴ്സണിനെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത് കേസിന്റെ തെളിവിലേക്കായിട്ടാണെന്ന് പറഞ്ഞു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. നമുക്കിനി സെക്ഷൻ 52ലേക്ക് പോകാം. ഇനി സെക്ഷൻ 52 പറയുന്നത് എക്സാമിനേഷൻ ഓഫ് പേഴ്സൺ അക്യൂസ്ഡ് ഓഫ് റേപ്പ് ബൈ മെഡിക്കൽ പ്രാക്ടീഷണർ എന്നുള്ള ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ 51ൽ പറഞ്ഞതുപോലെയുള്ള മെഡിക്കൽ എക്സാമിനേഷൻ തന്നെയാണ്. പക്ഷെ ഇവിടെ പ്രത്യേകത എന്താണ്, ഇയാൾ കമ്മിറ്റ് ചെയ്തു എന്ന് പറയുന്ന റേപ്പ് ഒഫൻസ് ഒരു റേപ്പ് ഒഫൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ബലാത്സംഗ കുറ്റത്തിനാണ് ഇയാൾ പ്രതിയായിട്ടുള്ളത്, അല്ലെങ്കിൽ ബലാത്സംഗം നടത്താനുള്ള ശ്രമമാണ് ഇയാൾ ചെയ്തിട്ടുള്ള ഒഫൻസ് എന്ന് പറഞ്ഞാല്. അപ്പൊ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ അയാളെ ദേഹപരിശോധന നടത്തിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അയാളുടെ ബോഡീന്റെ അകത്ത് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിക്കഴിഞ്ഞാൽ അത് കേസിന് ആവശ്യത്തിലേക്കുള്ള തെളിവുകൾ ശേഖരിക്കുന്നതിലേക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് കാണുന്ന സമയത്ത് ഇത്തരത്തിൽ അയാളെ ബോഡി എക്സാമിൻ ചെയ്യാൻ പോലീസിന്
ഇത്തരത്തിൽ മെഡിക്കൽ പ്രാക്ടീഷണറോട് ആവശ്യപ്പെടാൻ വേണ്ടി പറ്റും എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പം 51-ൽ പറഞ്ഞതുമായി ബന്ധപ്പെട്ട് 52-ലേക്ക് വരുമ്പോൾ ചെറിയൊരു മാറ്റേ ഉള്ളൂ. 51 ജനറൽ ആയിട്ട് നമ്മൾ ഒഫൻസുകളിൽ പ്രതിയാവുന്ന ആളെ അറസ്റ്റഡ് പേഴ്സണിനെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത് പറയുമ്പോൾ 52-ൽ നമ്മൾ അയാൾ കമ്മിറ്റ് ചെയ്ത റേപ്പ് ഒഫൻസ് ആണ്, അതായത് അയാൾ കമ്മിറ്റ് ചെയ്ത ഒഫൻസ് റേപ്പ് ആണ് എന്ന് പർട്ടിക്കുലർലി പറയുന്നു. അതായത് റേപ്പ് കേസിന്റെ അകത്ത് പ്രതിയായിട്ടുള്ള ആളുകളെയാണ് സെക്ഷൻ 52 എക്സാമിനേഷന് വിധേയമാക്കുന്നതെന്ന് അർത്ഥം. നമുക്ക് സബ്സെക്ഷൻ 1 നോക്കാം. സബ്സെക്ഷൻ 1 പറയുന്നത് whenever a person is arrested for an offense of rape or attempt to commit rape. അപ്പോൾ ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒഫൻസ് എന്താണ്? റേപ്പ് അല്ലെങ്കിൽ attempt to commit rape ആണ് ഇയാൾ ചെയ്ത കുറ്റം എന്ന് പറഞ്ഞാല്, അല്ലെങ്കിൽ ഇയാൾക്കെതിരെ വന്നിട്ടുള്ള കുറ്റം എന്ന് പറഞ്ഞാല്, and there are reasonable grounds to believe that examination of his person will afford evidence as to the commission of such offense. അയാളുടെ മെഡിക്കൽ എക്സാമിനേഷന്റെ ഡെഫിനേഷൻ നമ്മൾ തൊട്ട് മുമ്പേ പറഞ്ഞു. മെഡിക്കൽ എക്സാമിനേഷൻ ആണ്, ഇയാളുടെ ബോഡിയുടെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തി കഴിഞ്ഞാൽ അത് ബ്ലഡ് ടെസ്റ്റ് ആവാം, ബ്ലഡ് സ്റ്റെയിൻസ് ആവാം, DNA പ്രൊഫൈലിംഗ്, അത്തരത്തിലുള്ള മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ, സെമൻ കളക്ട് ചെയ്യുന്നതാവാം, ഇത്തരത്തിലുള്ള പല ടെസ്റ്റുകളും എക്സാമിനേഷൻസും നടത്തുന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ആ എക്സാമിനേഷൻസ് നടത്തുന്നതിലൂടെ അതിൽ കിട്ടുന്ന റിസൾട്ട് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് കിട്ടുന്ന വിവരങ്ങൾ ഈ കേസിന്റെ ആവശ്യത്തിലേക്ക്, ഇയാൾ ആ കുറ്റകൃത്യം ചെയ്തു എന്ന് തെളിയിക്കാൻ ആവശ്യത്തിലേക്ക് മതിയായതാവുമ്പോഴാണ് ഇത്തരത്തിൽ ഒരാളെ മെഡിക്കൽ എക്സാമിനേഷനും റേപ്പ് കേസിന്റെ അകത്ത് പ്രതിയായിട്ടുള്ള ആളെ വിധേയമാക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. And it shall be lawful for a registered medical practitioner employed at a government hospital, ഒരു ഗവൺമെന്റ് ആശുപത്രിയിലോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റിയുടെ ഒരു ആശുപത്രിയിലോ ജോലി ചെയ്യുന്ന ഒരു രജിസ്റ്റേർഡ് ആയിട്ടുള്ള മെഡിക്കൽ പ്രാക്ടീഷണർക്ക് നിയമപരമായിട്ട് ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ, മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. അറ്റ് ദ റിക്വസ്റ്റ് ഓഫ് എ പോലീസ് ഓഫീസർ, ഒരു പോലീസ് ഇത് റിക്വസ്റ്റ് ചെയ്താൽ മാത്രം മതി. ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റി ഹോസ്പിറ്റലുകളിലെ മെഡിക്കൽ പ്രാക്ടീഷണർക്ക് ഇത്തരത്തിൽ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി, മെഡിക്കൽ എക്സാമിനേഷൻ നടത്താൻ വേണ്ടി പറ്റും. ടു മേക്ക് ദ എക്സാമിനേഷൻ ഓഫ് ദി അറസ്റ്റഡ് പേഴ്സൺ, ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ എക്സാമിൻ ചെയ്യാൻ വേണ്ടി പറ്റും എന്നാണ് സെക്ഷൻ 52-യുടെ സബ്സെക്ഷൻ 1 പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ അയാളുടെ ബോഡിയിൽ നിന്നുള്ള എന്തെങ്കിലും ടെസ്റ്റുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സാമിനേഷൻസോ നടത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ആ കേസിലേക്ക് ആവശ്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്, അതിന് എവിഡൻസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അതും ഇത്തരത്തിൽ ഇയാൾ ഒഫൻസ് ചെയ്തു, ഇത്തരത്തിൽ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഒഫൻസിന്റെ തെളിയിക്കുന്നതിലേക്ക് ഇത് ഹെൽപ്ഫുൾ ആവുമെന്ന് റീസണബിൾ ബിലീഫ് ഉണ്ടാവുമ്പോഴാണ് പോലീസ് ഇത്തരത്തിൽ മെഡിക്കൽ പ്രാക്ടീഷണറോട് ഇത്തരത്തിൽ റിക്വസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. മാത്രമല്ല ബാക്കി കൂടെ പറയുകയാണെങ്കിൽ, ആൻഡ് ഇൻ ദ ആബ്സെൻസ് ഓഫ് സച്ച് എ പ്രാക്ടീഷണർ വിത്തിൻ ദ റേഡിയസ് ഓഫ് 16 kilometers ഫ്രം ദി പ്ലേസ് where the offence has been committed, any other medical registered medical പ്രാക്ടീഷണർ മേ ഡൂ സോ എന്നാ പറയുന്നത്. അതായത് കുറ്റകൃത്യം നടന്നതിന്റെ, ഒഫൻസ് നടന്നതിന്റെ 16 കിലോമീറ്റർ റേഡിയസിൽ നേരത്തെ നമ്മൾ പറഞ്ഞത് പ്രകാരമുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റിയിലെ അത്തരത്തിലുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണറോ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ, ആ ഒരു പരിധിക്കകത്ത് അത്തരത്തിൽ ഒരാൾ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ മറ്റ് ഏത് രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർക്കും ഇത്തരത്തിൽ മെഡിക്കൽ എക്സാമിനേഷൻ നടത്താൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലോ? അത് 16 കിലോമീറ്ററിന്റെ അകത്ത് ഈ ഒരു ആ കിലോമീറ്റർ ഓർക്കുക, 16 കിലോമീറ്ററിന്റെ അകത്ത് ഇത്തരത്തിലൊരു ഗവൺമെന്റ് മെഡിക്കൽ പ്രാക്ടീഷണറോ അല്ലെങ്കിൽ ലോക്കൽ അതോറിറ്റിയിലുള്ള ഒരു മെഡിക്കൽ പ്രാക്ടീഷണറോ അവൈലബിൾ അല്ലെങ്കിൽ പിന്നെ ആർക്ക് വേണമെങ്കിലും പോലീസ് റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ എക്സാമിനേഷൻ നടത്താൻ വേണ്ടി പറ്റും എന്നാണ് പറയുന്നത്. And anyone acting in good faith under his direction may assist the examination. ഇത്തരത്തിൽ എക്സാമിനേഷൻ നടത്തുന്ന ഡോക്ടറുടെ ഒരു ആക്ടിലേക്കും വേണ്ടി, ആ എക്സാമിനേഷന്റെ പർപ്പസിന് നല്ല ഫെയ്ത്തോടു കൂടി മറ്റാർക്കെങ്കിലും ഡോക്ടർക്ക് അയാളെ അസിസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്കും കൂടെ ആ ഡോക്ടറെ അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഈ ഒരു പ്രക്രിയയ്ക്കും വേണ്ടി എന്ന് പറയുന്നുണ്ട്. അതുപോലെ ദ മെഡിക്കൽ പ്രാക്ടീഷണർ മേ യൂസ് ഓൺലി ദ ഫോഴ്സ് റീസണബിളി നെസസറി ഫോർ ദ എക്സാമിനേഷൻ. ആ എക്സാമിനേഷൻ ഡിമാൻഡ് ചെയ്യുന്ന അതിനാവശ്യമുള്ള ഫോഴ്സ് മാത്രമേ ഉപയോഗിക്കാവൂ, അതിനത്ര റെസ്ട്രെയിൻ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അതിൽ കൂടുതൽ ബലം പ്രയോഗിക്കാൻ പാടില്ല എന്നും കൂടെ പറയുന്നുണ്ട്. ഇതാണ് സെക്ഷൻ 52-യുടെ സബ്സെക്ഷൻ 1 എന്ന് പറഞ്ഞാൽ. ഇനി സബ്സെക്ഷൻ 2 നോക്കിയേ. സബ്സെക്ഷൻ 2 അതിന്റെ ബാക്കിയാണ് പറയുന്നത്. The registered medical practitioner conducting such examination shall, without any delay, examine such person and prepare a report of his examination giving the following particulars. അപ്പൊ അത്തരത്തിൽ നേരത്തെ പറഞ്ഞത് പ്രകാരം ഒരു റേപ്പ് കേസിന്റെ അകത്ത് അക്യൂസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അറ്റംപ്റ്റ് ടു കമ്മിറ്റ് റേപ്പിന്റെ അകത്ത് അക്യൂസ്ഡ് ആയിട്ടുള്ള ഒരു പ്രതിയെ, ഒരു വ്യക്തിയെ, ഒരു അറസ്റ്റഡ് പേഴ്സണിനെ ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ കേസിന്റെ ആവശ്യത്തിലേക്കായി മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് ഡിലേ ഇല്ലാണ്ട് പോലീസ് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അത്തരത്തിൽ എക്സാമിനേഷൻ ചെയ്യണമെന്നും അതുപോലെ
അത്തരത്തിൽ എക്സാമിനേഷൻ ചെയ്യണമെന്നും അതുപോലെ തന്നെ എക്സാമിനേഷന് ശേഷം ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യണമെന്നും പറയുന്നു. ആ റിപ്പോർട്ട് താഴെ പറയുന്ന പർട്ടിക്കുലേഴ്സ്, താഴെ പറയുന്ന കാര്യങ്ങൾ ആ റിപ്പോർട്ടിന്റെ അകത്ത് ഉണ്ടാവണമെന്നും പറയുന്നു. അപ്പൊ അത്തരത്തില് ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ ഒരു റേപ്പ് കേസിന്റെ അകത്ത് പ്രതിയായിട്ടുള്ള ഒരാളെ മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്ന സമയത്ത് മെഡിക്കൽ എക്സാമിനേഷന് ശേഷം സബ്മിറ്റ് ചെയ്യുന്ന റിപ്പോർട്ടിന്റെ അകത്ത് താഴെ പറയുന്ന കാര്യങ്ങൾ ഉണ്ടാവണം എന്ന് പറയുന്നു. എന്തൊക്കെയാണ് കാര്യങ്ങൾ? നെയിം ആൻഡ് അഡ്രസ് ഓഫ് ദി അക്യൂസ്ഡ് ആൻഡ് ദ പേഴ്സൺ ഹു ബ്രോട്ട് ഹിം. ആ പ്രതിയായിട്ടുള്ള അല്ലെങ്കിൽ ആ ഡോക്ടർ പരിശോധിക്കുന്ന എക്സാമിനേഷൻ നടത്തുന്ന ആളുടെ പേര്, അഡ്രസ്, അതുപോലെ തന്നെ ദ പേഴ്സൺ ഹു ബ്രോട്ട് ഹിം, അയാൾ ആരാണ് അത്തരത്തിൽ എക്സാമിനേഷന് കൊണ്ടുവന്നത്, പോലീസ് ആയിരിക്കും കൊണ്ടുവരുന്നത്. അപ്പൊ ആ ഓഫീസറുടെ ഡെസിഗ്നേഷൻ, അയാളുടെ പേര്, അങ്ങനെയുള്ള വിവരങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പൊ പരിശോധന നടത്തുന്ന ആളുടെ പേര്, അയാളുടെ അഡ്രസ്സ്, അയാളെ കൊണ്ടുവന്ന ആളുടെ പേരും വിവരങ്ങളും ഉണ്ടായിരിക്കണം ആ റിപ്പോർട്ടിന്റെ അകത്ത്. പിന്നെ എന്താണ് വേണ്ടത്? ഏജ് ഓഫ് ദ അക്യൂസ്, പ്രതിയുടെ പ്രായം ഉണ്ടായിരിക്കണം. മാർക്സ് ഓഫ് ഇഞ്ചുറി ഇഫ് എനി ഓൺ ദ അക്യൂസ്, കാരണം ഇയാളെ കൊണ്ടുവരുന്ന പോലീസാണ്, ഇയാളുടെ ദേഹത്ത് വല്ല പരിക്കും പറ്റിയ അടയാളം ഉണ്ടെങ്കിൽ പിന്നെ മറ്റ് കേസിന്റെ ആവശ്യത്തിലേക്കും അത് ഉപകരിക്കും. അത്തരത്തിൽ അയാളുടെ ദേഹത്ത് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടെങ്കിൽ, പരിക്കുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തണം റിപ്പോർട്ടിന്റെ അകത്ത്. നാലാമതായിട്ട് എന്താ പറയുന്നത്? ഡിസ്ക്രിപ്ഷൻ ഓഫ് മെറ്റീരിയൽ ടേക്കൺ ഫ്രം ദ ബോഡി ഓഫ് ദ അക്യൂസ്ഡ് ഫോർ DNA പ്രൊഫൈലിംഗ്. അപ്പൊ റേപ്പ് കേസ് ആണ്, അപ്പൊ DNA പ്രൊഫൈലിംഗ് ആയിരിക്കും മിക്കപ്പോഴും ചെയ്യുന്ന ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ DNA പ്രൊഫൈലിംഗ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ഇയാളുടെ ശരീരത്തിൽ നിന്ന് എന്തൊക്കെ കുത്തിയെടുത്തു, ഇപ്പൊ രക്തമായിരിക്കാം അല്ലെങ്കിൽ മറ്റു സംഭവങ്ങളായിരിക്കാം എടുത്തത്, അപ്പൊ എന്തൊക്കെ സാമ്പിൾസ് ഇയാളുടെ ബോഡിയിൽ നിന്ന് എടുത്തു എന്നുള്ളത് ഈ ഒരു റിപ്പോർട്ടിന്റെ അകത്ത് മെഡിക്കൽ പ്രാക്ടീഷണർ എഴുതിയിട്ടുണ്ടാവണം എന്ന് പറയുന്നു. അഞ്ചാമതായിട്ട് അതർ മെറ്റീരിയൽ പർട്ടിക്കുലേഴ്സ് ഇൻ റീസണബിൾ ഡീറ്റെയിൽ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ, മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ഇതിന്റെ അകത്ത് മെൻഷൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും വിശദമായിട്ട് തന്നെ എഴുതണം എന്നാണ് പറയുന്നത്. ഇത്തരത്തിലൊരു എക്സാമിനേഷൻ, ഒരു റേപ്പ് കേസ് പ്രതിയെ എക്സാമിൻ ചെയ്യുന്ന സമയത്ത് മെഡിക്കൽ ഓഫീസർ, മെഡിക്കൽ പ്രാക്ടീഷണർ ആയിട്ടുള്ള ആള് പ്രിപ്പയർ ചെയ്യണം എന്നാണ് സബ്സെക്ഷൻ 2ന്റെ അകത്ത് പറയുന്നത്. സബ്സെക്ഷൻ 3 പറയുന്നത് നോക്കാം. ഇനി സബ്സെക്ഷൻ 3 പറയുകയാണ് റിപ്പോർട്ട് എന്ന് പറയുന്ന ഡോക്ടർ ഇത്തരത്തിൽ എക്സാമിനേഷൻ നടത്തിയിട്ട് തയ്യാറാക്കുന്ന റിപ്പോർട്ട്, ഡോക്ടർ എന്ന് പറഞ്ഞാൽ മെഡിക്കൽ പ്രാക്ടീഷണർ. ദ റിപ്പോർട്ട് ഷാൾ സ്റ്റേറ്റ് പ്രിസൈസ്ലി ദ റീസൺസ് ഫോർ ഈച്ച് കൺക്ലൂഷൻ അറൈവ്ഡ് അറ്റ്. ഈ മെഡിക്കൽ പ്രാക്ടീഷണർ എത്തിയിട്ടുള്ള കൺക്ലൂഷൻ, ഓരോ പരിശോധനകളും നടത്തിയതിനു ശേഷം അയാൾക്ക് ഇതിന്റെ അകത്ത് എക്സാമിനേഷന്റെ അകത്ത് അയാൾ നടത്തിയിട്ടുള്ള കൺക്ലൂഷൻ, ഇപ്പോൾ വലിയ ടെസ്റ്റുകളൊന്നും ചെയ്താൽ അന്ന് തന്നെ റിപ്പോർട്ടൊന്നും കിട്ടില്ല, അതല്ല ഉദ്ദേശിക്കുന്നത്. ആ എക്സാമിനേഷൻ നടത്തുന്ന ദിവസം അയാൾ എത്തിയൊരു കൺക്ലൂഷൻ ഉണ്ട്, അപ്പൊ ഇയാളുടെ ബോഡിയിൽ ഇഞ്ചുറി ഉണ്ടോ, മറ്റു കാര്യങ്ങൾ, അപ്പൊ മൊത്തത്തിലുള്ള എക്സാമിനേഷന്റെ ഒരു ഡീറ്റെയിൽ, റീസൺസ് ഫോർ ഈച്ച് കൺക്ലൂഷൻസ് ഈ മെഡിക്കൽ എക്സാമിനർ ഈ റിപ്പോർട്ടിന്റെ അകത്ത് കുറിച്ചിട്ടുണ്ടാവണം എന്നാണ് പറയുന്നത്. ഇതാണ് മൂന്നാമത്തെ സബ്സെക്ഷൻ. നാലാമത്തെ സബ്സെക്ഷൻ നോക്കാം. ദ റിപ്പോർട്ട് മസ്റ്റ് നോട്ട് ദ എക്സാക്ട് ടൈം ഓഫ് സ്റ്റാർട്ടിംഗ് ആൻഡ് കംപ്ലീറ്റിംഗ് ദ എക്സാമിനേഷൻ. എക്സാമിനേഷൻ എത്ര മണിക്ക് തുടങ്ങി, ഇന്ന ഡേറ്റിൽ ഇന്ന പോലീസിന്റെ നിർദ്ദേശപ്രകാരമാണ്, അങ്ങനെയൊക്കെയാണ് എക്സാമിനേഷന്റെ അകത്തൊരു ഫോർമാറ്റ് ഉണ്ട് കറക്റ്റ് നിയമപരമായിട്ട്. ആ ഫോർമാറ്റിലാണ് ഒരു മെഡിക്കൽ എക്സാമിനേഷന്റെ റിപ്പോർട്ടൊക്കെ ഡോക്ടർ തയ്യാറാക്കുക. അപ്പൊ അതിന്റെ അകത്ത് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഉണ്ടാവും. അപ്പൊ അതിന്റെ അകത്ത് പറയണം ഏത് സമയത്ത് ഈ മെഡിക്കൽ എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്തു, ഈ പ്രതിയുടെ മെഡിക്കൽ എക്സാമിനേഷൻ എപ്പോ തുടങ്ങി, എത്ര മണിക്ക് അത് അവസാനിച്ചു, എത്ര സമയം എടുത്തു എന്ന് കൃത്യമായിട്ട് ആ ഒരു റിപ്പോർട്ടിന്റെ അകത്ത് മെൻഷൻ ചെയ്യണം എന്നാണ് സബ്സെക്ഷൻ 4ൽ പറയുന്നത്. ഇനി സബ്സെക്ഷൻ 5 നോക്കുവാണെങ്കിൽ സബ്സെക്ഷൻ 5 പറയുന്നത് ഈ മെഡിക്കൽ പ്രാക്ടീഷണർ ഇത്തരത്തിൽ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തി അതിനുശേഷം റിപ്പോർട്ട് തയ്യാറാക്കി ആ റിപ്പോർട്ട് അധികം ഡിലേ ഇല്ലാണ്ട് തന്നെ ആ കേസ് അന്വേഷിക്കണം അന്വേഷണ ഉദ്യോഗസ്ഥർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ഫോർവേഡ് ചെയ്യണം എന്നുള്ള ഒരു കാര്യമാണ്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറെ സംബന്ധിച്ച് അത്തരത്തിൽ ഡോക്ടർ അല്ലെങ്കിൽ മെഡിക്കൽ പ്രാക്ടീഷണർ ഒരു റിപ്പോർട്ട് നൽകി കഴിഞ്ഞാൽ, അതായത് റേപ്പ് കേസിന്റെ അകത്ത് പ്രതിയായിട്ടുള്ള ആളുടെ മെഡിക്കൽ എക്സാമിനേഷന്റെ റിപ്പോർട്ട് ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ മെഡിക്കൽ പ്രാക്ടീഷണർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് നൽകി കഴിഞ്ഞാൽ ആ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസറുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത് ആ റിപ്പോർട്ട് സെക്ഷൻ 193 പ്രകാരം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഫോർവേഡ് ചെയ്യുക അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുക, മജിസ്ട്രേറ്റിന് അയച്ചു കൊടുക്കുക എന്നുള്ള ഒരു കാര്യമാണ്. അപ്പൊ കേസിന്റെ ആവശ്യത്തിലേക്കായിട്ട് സെക്ഷൻ 193യുടെ സബ്സെക്ഷൻ 6A എന്ന് പറഞ്ഞ സെക്ഷന്റെ അകത്ത് പറയുന്നുണ്ട് കേസിന്റെ ആവശ്യത്തിലേക്കുള്ള ഡോക്യുമെന്റ്സ് ഒക്കെ മജിസ്ട്രേറ്റിന് കൊടുക്കണം എന്ന്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇത്തരത്തിലുള്ള, അതായത് മെഡിക്കൽ എക്സാമിനേഷന്റെ റിപ്പോർട്ട്, റേപ്പ് കേസിന്റെ അകത്ത് അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുടെ മെഡിക്കൽ എക്സാമിനേഷൻ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ നടത്തി കഴിഞ്ഞാൽ അങ്ങനെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് ലഭിക്കുന്ന ആ റിപ്പോർട്ട് ഇത്തരത്തിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ സെക്ഷൻ 193 പ്രകാരം മജിസ്ട്രേറ്റിന് അയച്ചു കൊടുക്കണം. സെക്ഷൻ 193യുടെ സബ്സെക്ഷൻ 6A പ്രകാരം ഒരുപാട് ഡോക്യുമെന്റ്സ് കേസുമായി ബന്ധപ്പെട്ടതെല്ലാം മജിസ്ട്രേറ്റിന് കൊടുക്കാറുണ്ട്. അപ്പൊ അതിന്റെ
ഭാഗമായിട്ട് ഈ ഡോക്യുമെന്റ് നിർബന്ധമായിട്ടും ഹാജരാക്കിയിട്ടുണ്ടാവണം, ഈ ഒരു റിപ്പോർട്ടും കൊടുത്തിട്ടുണ്ടാവണം എന്നാണ് ഇവിടെ സെക്ഷൻ 52യുടെ സബ്സെക്ഷൻ 5 പറയുന്നത്. അപ്പം 5 സബ്സെക്ഷനുകളിലായിട്ട് നമ്മൾ സെക്ഷൻ 52 പഠിച്ചത്, ഒരു റേപ്പ് കേസിന്റെ അകത്ത് ഒരാൾ അക്യൂസ്ഡ് ആയി കഴിഞ്ഞാൽ, ഒരു റേപ്പ് കേസിന്റെ അകത്ത് ഒരാൾ അറസ്റ്റ് ആയി കഴിഞ്ഞാൽ അയാളെ കേസിന്റെ ആവശ്യത്തിലേക്കായിട്ട് മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നതിനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആണ്. ഇനി നമുക്ക് സെക്ഷൻ 53ലേക്ക് പോകാം. ഇനി നമ്മൾ സെക്ഷൻ 53 നോക്കുന്ന സമയത്ത് സെക്ഷൻ 53 പറയുന്നത് എക്സാമിനേഷൻ ഓഫ് അറസ്റ്റഡ് പേഴ്സൺസ് ബൈ മെഡിക്കൽ ഓഫീസർ ആണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയെ മെഡിക്കൽ ഓഫീസർ എക്സാമിൻ ചെയ്യുന്നതിനെ കുറിച്ചാണ് സെക്ഷൻ 53 പറയുന്നത്. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും സെക്ഷൻ 53യും 51 തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നുള്ളൊരു സംശയം ഉണ്ടാവും. അതിനുള്ള ടിപ്പും കൂടി ഈ ക്ലാസ്സിൽ പറയുന്നതായിരിക്കും. അപ്പൊ 53 പറയുന്നത് എന്താ വെച്ചാല്, ഒരു അറസ്റ്റഡ് പേഴ്സണിനെ ഒരു മെഡിക്കൽ ഓഫീസർ എക്സാമിൻ ചെയ്യുന്നതിനെ കുറിച്ചാണ്. ഇപ്പൊ നമ്മള് 51ന്റെ സബ്സെക്ഷൻ 1 നോക്കാം. When any person is arrested, he shall be examined by a medical officer. ഏതൊരു വ്യക്തി അറസ്റ്റ് ചെയ്യപ്പെട്ടാലും അയാൾ ഒരു മെഡിക്കൽ ഓഫീസർ എക്സാമിൻ ചെയ്യണം. എത്തരത്തിലുള്ള മെഡിക്കൽ ഓഫീസർ ആണ്? ഇൻ ദ സർവീസ് ഓഫ് ദി സെൻട്രൽ ഗവൺമെന്റ് ഓർ സ്റ്റേറ്റ് ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ് ഗവൺമെന്റ്, ഗവൺമെന്റ് ആശുപത്രിയിലെ ഒരു മെഡിക്കൽ ഓഫീസർ എല്ലാ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയും എക്സാമിനേഷൻ നടത്തണം എന്നാണ് പറയുന്നത്. ആൻഡ് ഇൻ കേസ് ദ മെഡിക്കൽ ഓഫീസർ ഈസ് നോട്ട് അവൈലബിൾ, ഇത്തരത്തിലൊരു ഗവൺമെന്റ് ആശുപത്രിയിൽ ഒരു മെഡിക്കൽ ഓഫീസർ, സെൻട്രൽ ഗവൺമെന്റിന്റെയോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ ഹോസ്പിറ്റലിൽ ഒരു മെഡിക്കൽ ഓഫീസർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ആരും എക്സാമിനേഷൻ നടത്തിയാലും മതി. ബൈ എ രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ സൂൺ ആഫ്റ്റർ ദി അറസ്റ്റ് ഈസ് മെയ്ഡ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇല്ലാന്നുണ്ടെങ്കിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ സെൻട്രൽ ഗവൺമെന്റിന്റെയോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ സർവീസിലുള്ള ഡോക്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റൊരു രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണർ എക്സാമിനേഷൻ നടത്തിയാലും മതി. എപ്പോൾ തന്നെ നടത്തണം? സൂൺ ആഫ്റ്റർ ദി അറസ്റ്റ് ഈസ് മെയ്ഡ്. എപ്പോഴാണ് അറസ്റ്റ് ചെയ്യുന്നത് അതിന്റെ ഉടനെ തന്നെ. അറസ്റ്റ് ചെയ്ത് നമ്മൾ നോർമലി നോക്കുമ്പോൾ അറസ്റ്റ് ചെയ്ത് ഒരാളെ മജിസ്ട്രേറ്റിന് മുമ്പിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന 24 hours, അതിന് മുമ്പ് എടുക്കേണ്ടുന്ന പ്രൊസീജിയർ ആണ്, അതിന് മുമ്പ് പോലീസ് ചെയ്യുന്ന കാര്യമാണ് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ഒരു മെഡിക്കൽ എക്സാമിനേഷന് കൊണ്ടുപോകുക എന്നുള്ളത്. ഓക്കെ. ഇനി ഇത്തരത്തിൽ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്ന സമയത്ത് ആ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്ന മെഡിക്കൽ ഓഫീസറുടെ അഭിപ്രായത്തിൽ അയാളെ ഒന്നിൽ കൂടുതൽ തവണ പരിശോധിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പരിശോധിക്കാനും പറ്റും എന്നുള്ളൊരു പ്രൊവൈസോയും കൂടെ സബ്സെക്ഷൻ 1 പറയുന്നുണ്ട്. Provided that if the medical officer or the registered medical practitioner is the opinion that one more examination of such a person is necessary, he may do so. ഒന്നിൽ അധികം ഒരു എക്സാമിനേഷൻ നടത്തി ഇനി അതിലധികം എക്സാമിനേഷൻ നടത്തണം എന്ന് ഡോക്ടർക്ക് അല്ലെങ്കിൽ മെഡിക്കൽ പ്രാക്ടീഷണർക്ക്, മെഡിക്കൽ ഓഫീസർക്ക് അങ്ങനെ ഒരു ആവശ്യം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതുമാണ് എന്നും കൂടെ സബ്സെക്ഷൻ 1ന്റെ അകത്ത് പറയുന്നുണ്ട്. അപ്പൊ ഇതാണ് നമ്മൾ സെക്ഷൻ 53ൽ പഠിക്കുന്നത്. സെക്ഷൻ 51ൽ നമ്മൾ എന്താ പഠിച്ചത്? ഒരു അറസ്റ്റഡ് പേഴ്സണിനെ മെഡിക്കൽ എക്സാമിനേഷന് വിധേയമാക്കും. അത് എന്തിനു വേണ്ടിയാണ് അവിടെ പറയുന്ന വിധേയമാക്കുന്നത് എന്ന് പറഞ്ഞാൽ, അയാളെ മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്യുന്നതിലൂടെ അയാളുടെ ബ്ലഡോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പരിശോധിക്കുന്നതിലൂടെ അത് ആ കേസിന്റെ തെളിവിലേക്കായിട്ട്, കേസ് പ്രൂവ് ചെയ്യാൻ വേണ്ടി, അതായത് അയാൾ ആ കുറ്റകൃത്യം ചെയ്തു എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി അതിന് ഹെൽപ്ഫുൾ ആവും എന്ന് മനസ്സിലാക്കുമ്പോൾ ആ സാഹചര്യത്തിൽ അത്തരത്തിലുള്ള മെഡിക്കൽ എക്സാമിനേഷൻ ആണ് അവിടെ നടത്തുന്നത്. ഇവിടെ പറയുന്നത് 53ൽ പറയുന്നത് അതല്ല. 53ൽ പറഞ്ഞ എല്ലാ വ്യക്തികളും അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ എന്താണ്, മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കുന്നതിന് മുമ്പ് സത്യം പറഞ്ഞാൽ അപ്പം അറസ്റ്റ് ചെയ്ത ഉടനെ ഏതൊരു വ്യക്തിയും മെഡിക്കൽ എക്സാമിനേഷന് വിധേയമാവും എന്നുള്ളതാണ്. അത് ആക്ച്വലി എന്തിനാണ്? ആ വ്യക്തിയുടെ റൈറ്റ് പോലെയാണ് ഇത് ചെയ്യുന്നത്. സെക്ഷൻ 53 എന്ന് പറഞ്ഞാൽ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു വ്യക്തിയുടെ റൈറ്റ് പോലെ ചെയ്യുന്ന ഒരു കാര്യം അയാൾക്ക് പോലീസിന്റെ മർദ്ദനം ഏറ്റിട്ടുണ്ടോ എന്നൊക്കെ ബോധ്യപ്പെടാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ അയാളുടെ ബോഡിക്കുള്ള സെക്യൂരിറ്റി പോലെയാണ് ഈ സെക്ഷൻ 53ൽ പറയുന്നത് പ്രകാരം ഒരു അറസ്റ്റഡ് പേഴ്സണെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നത്. 51ൽ നമ്മൾ അതല്ല പഠിച്ചത്. 51ൽ പഠിച്ചത് എന്താ? കേസിന്റെ ആവശ്യത്തിലേക്ക്, കേസ് പ്രൂവ് ചെയ്യാൻ, കേസിന്റെ എവിഡൻസിലേക്കായിട്ട് അയാൾ ആ കുറ്റകൃത്യം ചെയ്തു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അയാളെ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തുന്നതാ. അപ്പൊ അവിടെ അത് അക്യൂസിന്റെ റൈറ്റ് അല്ല, അല്ലെങ്കിൽ അക്യൂസിന് എതിരെ നിൽക്കുന്ന ഒരു സംഭവമാണ്, അല്ലെ? പ്രതിക്ക് എതിരെ നിൽക്കുന്ന ഒരു സംഭവം. ഇവിടെ വരുമ്പോൾ 53ൽ വരുമ്പോൾ എന്താണ്? അക്യൂസിന് ഫേവർ ആയിട്ടുള്ള, കാരണം അയാളെ സംബന്ധിച്ച് അയാൾക്ക് എന്തെങ്കിലും പരിക്കുണ്ടെങ്കിൽ അത് ആ ഡോക്ടർ കണ്ടുപിടിക്കും, അത് റിപ്പോർട്ട് ചെയ്തും അതോടുകൂടി പോലീസിന് അത് പ്രകാരം പണി കിട്ടും എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അതാണ് 53ൽ പറയുന്നത്. രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായല്ലോ. 53യുടെ സബ്സെക്ഷൻ 1 പറയുന്ന ഇതാണ്. അപ്പൊ ഏതൊരു അറസ്റ്റഡ് പേഴ്സണിനെയും ഡിലേ ഇല്ലാണ്ട് മെഡിക്കൽ പ്രാക്ടീഷണറുടെ മുമ്പിൽ ഹാജരാക്കി അല്ലെങ്കിൽ മെഡിക്കൽ ഓഫീസറുടെ മുമ്പിൽ ഹാജരാക്കി ടെസ്റ്റ് ചെയ്യണം എന്നാണ്, മെഡിക്കൽ എക്സാമിനേഷൻ നടത്തണം എന്നാണ് സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 53 പറയുന്നത്. അപ്പൊ ഇതാണ് സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 53 പറയുന്നത്. ഒരു പ്രൊവൈസോയും കൂടെ ഉണ്ട്, നമുക്കത് നോക്കാം. അപ്പൊ ഈ ഒരു പ്രൊവൈസോ സിമ്പിൾ ആണ്. ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്ത് മെഡിക്കൽ എക്സാമിനേഷന് വിധേയമാക്കുന്ന അറസ്റ്റഡ് പേഴ്സൺ ഒരു സ്ത്രീ ആണ് എന്നുണ്ടെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷൻ നടത്തേണ്ടത് ഒരു ഫീമെയിൽ ആയിട്ടുള്ള മെഡിക്കൽ ഓഫീസറോ അല്ലെങ്കിൽ അത്തരത്തിൽ ഉള്ള ഒരു മെഡിക്കൽ ഓഫീസറുടെ സൂപ്പർവിഷനിലോ ആയിരിക്കണം അത്തരത്തിലുള്ള എക്സാമിനേഷൻ നടത്തേണ്ടത് എന്നാണ് ഇവിടെ പറയുന്നത്. വായിച്ചു നോക്കാം. പ്രൊവൈഡഡ് ഫർദർ ദാറ്റ് or the arrested person is a female. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തി ഒരു സ്ത്രീയാണ്. And the examination of the body shall be made only by
or under the supervision of a female medical officer, and in the case the female medical officer is not available, any female registered medical practitioner can do the examination എന്നാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായല്ലോ? സിമ്പിൾ ആണ്. നമ്മൾ ഇത്രയും പറഞ്ഞതിന്റെ തന്നെ ഫീമെയിൽ ആയി കഴിഞ്ഞാലുള്ള ഒരു പരിരക്ഷയാണ് അവിടെ പറയുന്നത്. ഇനി നമുക്ക് സബ്സെക്ഷൻ 2 എന്താ, സെക്ഷൻ 53യുടെ സബ്സെക്ഷൻ 2 എന്താ നോക്കാം. സബ്സെക്ഷൻ 2 പറയുന്നത്, അപ്പൊ അത്തരത്തിൽ ഒരു എക്സാമിനേഷന് വേണ്ടി ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ മുമ്പിൽ കൊണ്ടുവരുന്ന സമയത്ത് മെഡിക്കൽ പ്രാക്ടീഷണർ അത്തരത്തിൽ എക്സാമിനേഷൻ നടത്തി കഴിഞ്ഞതിന് ശേഷം ഹി ഓർ ഷീ ഹാസ് ടു പ്രിപ്പയർ എ റെക്കോർഡ് ഓഫ് ദി എക്സാമിനേഷൻ. അപ്പം ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്ത ഉടനെ ഒരു മെഡിക്കൽ എക്സാമിനേഷന് ഒരു മെഡിക്കൽ പ്രാക്ടീഷണറുടെ അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഓഫീസറുടെ മുമ്പിൽ കൊണ്ടുവന്നു. അങ്ങനെ എക്സാമിനേഷൻ നടത്തി. അതിനുശേഷം ആ എക്സാമിനേഷൻ നടത്തിയിട്ടുള്ള മെഡിക്കൽ ഓഫീസർ എന്ത് ചെയ്യണം? ഈ ഹാസ് ടു പ്രിപ്പയർ എ റെക്കോർഡ് ഓഫ് ദി എക്സാമിനേഷൻ. ആ എക്സാമിനേഷന് ഒരു റെക്കോർഡ് തയ്യാറാക്കണം എന്ന് പറഞ്ഞാൽ റിപ്പോർട്ട് പോലെ ഒരു റെക്കോർഡ് തയ്യാറാക്കണം. അതിൻ്റെ അകത്ത് എന്തൊക്കെ മെൻഷൻ ചെയ്തിരിക്കണം എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എനി ഇഞ്ചുറീസ് ഓർ മാർക്സ് ഓഫ് വയലൻസ്, ഈ പ്രതിയുടെ ദേഹത്ത് എന്തെങ്കിലും ഇഞ്ചുറീസ്, പരിക്കുകളോ എന്തെങ്കിലും മാർക്സ് ഓഫ് വയലൻസ്, എന്തെങ്കിലും അതിക്രമങ്ങളുടെ അടയാളങ്ങളോ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ആ റെക്കോർഡിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടാവണം. And also the approximate time when such injuries or marks have been inflicted എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ഇവരുടെ ശരീരത്തിൽ എന്തെങ്കിലും മുറിവുകളോ ചതവുകളോ അത്തരത്തിൽ എന്തെങ്കിലും വയലൻസിന്റെ മാർക്ക്, പോലീസിന്റെ അതിക്രമങ്ങൾ ഉണ്ടായോ എന്നറിയാൻ വേണ്ടിയാണ്. അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിശോധിച്ചിട്ട് അത് കൃത്യമായിട്ട് എഴുതി വെക്കണം. മാത്രമല്ല the approximate time when such injuries and marks have been inflicted എന്നുള്ള ഒരു കാര്യം കൂടെ രേഖപ്പെടുത്തണം. അതായത് ഒരു പ്രതിയെ ഇത്തരത്തിൽ ഒരു മെഡിക്കൽ ഓഫീസർ പരിശോധിക്കുന്ന സമയത്ത് അവരുടെ ദേഹത്ത് എന്തെങ്കിലും പരിക്കുകളോ ഇഞ്ചുറീസോ മുറിവുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തുകയും ആ പരിക്കുകൾ പറ്റിയിട്ട് എത്ര സമയമായിട്ടുണ്ട് എന്നുള്ളതും കൃത്യമായിട്ട്, ഏകദേശം എത്ര സമയത്തെ ഒരു ദൈർഘ്യമുണ്ട് ഈ മുറിവിന്, ഇത് പഴയ മുറിവാണോ അല്ലെങ്കിൽ പുതിയ മുറിവാണോ ഇപ്പോൾ ഉണ്ടായതാണോ എന്ന് കൃത്യമായിട്ട് രേഖപ്പെടുത്തി വെക്കണം എന്നാണ് പറയുന്നത്. ഇത് എന്തിനാണ് ആക്ച്വലി? പോലീസ് ഇയാളെ ഉപദ്രവിച്ചിട്ടുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ ഒരു റിപ്പോർട്ട് റെക്കോർഡായിട്ട് തയ്യാറാക്കുന്നത്. അപ്പൊ ആ റെക്കോർഡിന്റെ അകത്ത് ഈ പ്രതിയുടെ ദേഹത്ത് എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടെങ്കിലും വയലൻസ് ഉണ്ടെങ്കിലും അതെല്ലാം രേഖപ്പെടുത്തണം. അതിന് എത്ര സമയം മുമ്പാണ് അത്തരത്തിൽ മുറിവ് പറ്റിയത് എന്ന് അത് മനസ്സിലാക്കിയിട്ട് ഡോക്ടർ എഴുതിയും കൂടെ വെക്കണം. പഴയതാണോ പുതിയതാണോ എന്നൊക്കെ മെൻഷൻ ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. ആക്ച്വലി ഈ സെക്ഷൻ്റെ അകത്ത് പറയുന്ന കാര്യങ്ങളെല്ലാം അക്യൂസിന് ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്ന് പറഞ്ഞാൽ പോലീസ് അയാളെ അതിക്രമിച്ചു കഴിഞ്ഞാൽ അത് തെളിയിക്കാനുള്ള ഒരു രേഖയായിട്ടാണ് ആക്ച്വലി ഈ റെക്കോർഡ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുക, അല്ലെ? ഇനി സബ്സെക്ഷൻ 3 പറയുന്നത്, സബ്സെക്ഷൻ 1 പ്രകാരം ഇത്തരത്തിൽ ഒരു മെഡിക്കൽ എക്സാമിനേഷൻ നടത്തി അതിന്റെ റിപ്പോർട്ട് തയ്യാറാക്കി, അങ്ങനെ തയ്യാറാക്കിയിട്ടുള്ള ആ റിപ്പോർട്ടിന്റെ ഒരു കോപ്പി സ്വാഭാവികമായിട്ടും ഈ അക്യൂസറിനും കൊടുക്കണം എന്നുള്ള കാര്യമാണ് ഈ സെക്ഷൻ 53യുടെ സബ്സെക്ഷൻ 3 പറയുന്നത്. അതായത് അക്യൂസർ ഓൾസോ ഹാവ് ദ റൈറ്റ് ടു ഒബ്റ്റെയിൻ ദി കോപ്പി ഓഫ് ദി റിപ്പോർട്ട് പ്രിപ്പയർഡ് ബൈ ദ മെഡിക്കൽ പ്രാക്ടീഷണർ. അല്ലെ, മെഡിക്കൽ പ്രാക്ടീഷണർ തയ്യാറാക്കിയിട്ടുള്ള, അയാളെ ബോഡി പരിശോധിച്ച് തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു മെഡിക്കൽ റിപ്പോർട്ടിന്റെ ഒരു കോപ്പി പ്രതിക്കും കിട്ടാനുള്ള അവകാശമുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇനി പ്രതിക്ക് അത് നേരിട്ട് കൈപ്പറ്റാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പ്രതി നോമിനേറ്റ് ചെയ്യുന്ന ആൾക്ക് അത് കൊടുക്കണം എന്നാണ് ഇവിടെ നിയമം പറയുന്നത്. വായിച്ചു നോക്കാം. or an examination is made under subsection 1, a copy of the report of such examination shall be furnished by the medical officer or registered medical practitioner to the arrested person or the person nominated by him എന്നാ പറയുന്നത്. അപ്പൊ ഈ സെക്ഷനിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു അറസ്റ്റ് ചെയ്യപ്പെട്ട ഉടനെ ഒരാളെ മെഡിക്കൽ എക്സാമിനേഷന് വിധേയമാക്കുന്നതും അയാളുടെ ദേഹത്ത് എന്തെങ്കിലും മുറിവുകൾ ഉണ്ടെങ്കിൽ അതെല്ലാം കൃത്യമായിട്ട് അതിന്റെ സമയം അടക്കം കൃത്യമായിട്ട് ഡോക്ടർ ഒരു റിപ്പോർട്ടായിട്ട് കുറിച്ച് വെക്കണമെന്നും അതിന്റെ ഒരു കോപ്പി അക്യൂസ്ഡ് ആയിട്ടുള്ള ആൾക്കോ അല്ലെങ്കിൽ അയാൾ നോമിനേറ്റ് ചെയ്യുന്ന ആൾക്കോ കിട്ടാനുള്ള അവകാശമുണ്ട് എന്നുള്ള കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഇയാളുടെ ഫിസിക്കൽ കണ്ടീഷൻ, ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയുടെ ഫിസിക്കൽ കണ്ടീഷൻ എങ്ങനെയുള്ളതാണെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ അയാൾക്ക് കേസിനൊക്കെ പോലീസ് അയാളെ ഉപദ്രവിച്ചു എന്നും അല്ലെങ്കിൽ ബെയിൽ കിട്ടാനൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു റെക്കോർഡായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ് ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞാൽ സെക്ഷൻ 53 സബ്സെക്ഷൻ 2 പറയുന്ന റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഇത് അക്യൂസിന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണെന്ന് ഓർക്കുക. അപ്പൊ ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാം. സെക്ഷൻ 54 നോക്കുന്ന സമയത്ത് സെക്ഷൻ 54 പറയുന്നത് ഐഡന്റിഫിക്കേഷൻ ഓഫ് പേഴ്സൺ അറസ്റ്റഡ് ആണ്. അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയലിന് വിധേയമാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു സെക്ഷനാണ് സെക്ഷൻ 54. അപ്പൊ ഇവിടെ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഒരു ഒഫൻസുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്തു. കേസിന്റെ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ മറ്റ് ആളുകൾ ഐഡന്റിഫൈ ചെയ്യേണ്ടെന്ന ആവശ്യകത ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ അത്തരത്തിൽ ഐഡന്റിഫിക്കേഷന് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ വിധേയമാക്കാം എന്ന് പറയുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 54. നമുക്ക് വായിച്ചു നോക്കാം. When a person is arrested for committing an offense and his identification by other person or persons is necessary for the purpose of investigation,
അതായത് ഇവിടുത്തെ സാഹചര്യം എന്താണ്? ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷേ കേസിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് അയാളെ മറ്റൊരാളോ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളോ ഐഡന്റിഫൈ ചെയ്യുന്നത് ഒരു അനിവാര്യതയായി വന്നിട്ടിരിക്കുകയാണ്. അപ്പൊ ആ സാഹചര്യത്തിൽ കോർട്ട് ഹാവിംഗ് ജൂറിസ്ഡിക്ഷൻ മേ ഓൺ ദ റിക്വസ്റ്റ് ഓഫ് ദി ഓഫീസർ ഇൻചാർജ് ഓഫ് ദ പോലീസ് സ്റ്റേഷൻ, കോടതിക്ക് ആ ഒരു കേസ് അന്വേഷിക്കുന്ന പോലീസ് സ്റ്റേഷന്റെ ജൂറിസ്ഡിക്ഷനുള്ള ഓഫീസർ എന്ന് പറഞ്ഞാൽ SHO പോലുള്ള ഓഫീസർ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോടതിക്ക് അതിനുള്ള അനുമതി കൊടുക്കാൻ വേണ്ടി പറ്റും. ഇത്തരത്തിൽ ഐഡന്റിഫിക്കേഷന് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ വിധേയമാക്കുന്നതിനുള്ള അനുമതി കൊടുക്കാൻ വേണ്ടി പറ്റും. ബാക്കിയും കൂടെ നോക്കാം. കോർട്ട് മേ ഡയറക്ട് ദി അറസ്റ്റഡ് പേഴ്സൺ ടു സബ്മിറ്റ് ടു ഐഡന്റിഫിക്കേഷൻ ബൈ സച്ച് പേഴ്സൺ ഓർ പേഴ്സൺസ് ഇൻ ദ മാനർ കോർട്ട് കൺസിഡേഴ്സ് അപ്രോപ്രിയേറ്റ്. ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയോട് കോടതിക്ക് പറയാൻ സാധിക്കും നിങ്ങളെ ഐഡന്റിഫിക്കേഷന് വിധേയമാക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അത്തരത്തിൽ ചെയ്യാനുള്ള അധികാരം കോടതിക്ക് ഉണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ സിനിമകളിലൊക്കെ ഐഡന്റിഫിക്കേഷൻ പരേഡിനൊക്കെ നിർത്തുന്നത് കണ്ടിട്ടില്ലേ? അതൊക്കെ അതിന്റെ ഒരു ഫോമാണ്. ഇത്തരത്തിൽ ഏത് രീതിയിൽ വേണം എന്നുള്ളത് കോടതിക്ക് തീരുമാനിക്കാൻ വേണ്ടി പറ്റും. ഈ സെക്ഷൻ 54 ഒരു പ്രൊവൈസോ കൂടെ ഉണ്ട്. പ്രൊവൈസോ പറയുന്നത് എന്താ? ഇഫ് ദ പേഴ്സൺ ഐഡന്റിഫൈങ് ദ അറസ്റ്റഡ് പേഴ്സൺ ഈസ് മെന്റലി ഓർ ഫിസിക്കലി ഡിസേബിൾഡ്, ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യുന്ന ആള്, അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയല്ല, പകരം അയാൾ ഐഡന്റിഫൈ ചെയ്യുന്ന വ്യക്തി ഒരു മെന്റലി ഓർ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളാണ്, ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ ആ ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സ് മസ്റ്റ് ബി കണ്ടക്ടഡ് അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് മജിസ്ട്രേറ്റ്. മജിസ്ട്രേറ്റിന്റെ സൂപ്പർവിഷനിൽ മാത്രമേ അങ്ങനെ മെന്റലി ഓർ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാൾ ഐഡന്റിഫിക്കേഷൻ നടത്തുന്ന ആ ഒരു ഐഡന്റിഫിക്കേഷൻ നടക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്ന്, ആ പ്രക്രിയ നടക്കാൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ് ഇവിടെ പറയുന്നത്. ആൻഡ് ദ മജിസ്ട്രേറ്റ് ഷാൾ എൻഷുർ ദ പ്രോസസ് ഈസ് ഡൺ യൂസിങ് മെത്തേഡ്സ് കംഫർട്ടബിൾ ടു ദാറ്റ് പേഴ്സൺ ആൻഡ് ഐഡന്റിഫിക്കേഷൻ മസ്റ്റ് ബി റെക്കോർഡഡ് ത്രൂ ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസ് എന്ന് പറയുന്നത്. അപ്പം ഒരു മെന്റലി ഡിസേബിൾഡ് അല്ലെങ്കിൽ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ഒരാളാണ് ഇത്തരത്തിലൊരു പ്രതിയെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സിന്റെ അകത്ത് പങ്കെടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സിന്റെ അകത്ത് മജിസ്ട്രേറ്റും കൂടെ അതിന്റെ സൂപ്പർവിഷൻ നോക്കിക്കൊണ്ട് ഇടപെടണം എന്നാണ് പറയുന്നത്. അത്തരത്തിൽ മജിസ്ട്രേറ്റ് ഉൾപ്പെടെയുള്ള ഒരു പ്രോസസ്സാണ് അവിടെ നടക്കുക, ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സാണ് അവിടെ നടക്കുക. അപ്പൊ മജിസ്ട്രേറ്റ് എന്തും കൂടെ എൻഷുർ ചെയ്യണം, ഈ ഫിസിക്കലി ഓർ മെന്റലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളുടെ ഒരു വെൽഫെയറും കൂടെ, അയാൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ വേണം ഐഡന്റിഫിക്കേഷൻ നടക്കാൻ എന്നുള്ള ഒരു കാര്യം മജിസ്ട്രേറ്റ് ഉറപ്പുവരുത്തണം. മാത്രമല്ല അവിടെ നടക്കുന്ന ആ പ്രോസസ്സ്, ആ ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സ്, അതായത് അവിടെ ഐഡന്റിഫൈ ചെയ്യാൻ വന്നിട്ടുള്ള ആള് മെന്റലി ഓർ ഫിസിക്കലി ഡിസേബിൾഡ് ആയിട്ടുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ ഐഡന്റിഫിക്കേഷൻ പ്രോസസ്സ് ഓഡിയോ വീഡിയോ ഇലക്ട്രോണിക് മീൻസിൽ റെക്കോർഡ് ചെയ്യുകയും കൂടെ വേണം എന്നുള്ളതാണ് ഈ ഒരു പ്രൊവൈസോയിൽ പറയുന്നത്. അപ്പൊ ഇത്രയാണ് സെക്ഷൻ 54. സിമ്പിൾ ആയിരുന്നു അല്ലെ? എല്ലാം ഞാൻ സിമ്പിളാന്ന് പറയില്ല, ആക്ച്വലി ഇത് സിമ്പിൾ ആണ്. നമുക്ക് ഈ ഒരു നിയമത്തിന്റെ കോംപ്ലക്സിറ്റി വെച്ചിട്ട് അത് വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്, പക്ഷെ അത് സിമ്പിൾ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ഇത്തരത്തിൽ ഒരു കേസിന്റെ ആവശ്യത്തിലേക്ക് ഒരാളെ ഐഡന്റിഫൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ അത്തരത്തിൽ ഐഡന്റിഫിക്കേഷന് കോടതിക്ക് ഉത്തരവിടാൻ വേണ്ടി പറ്റും എന്നാണ് ഈ ഒരു സെക്ഷൻ 54 നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് മറ്റൊരു സെഷനിൽ ബാക്കി സെക്ഷൻസുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.